അമ്പിയാക്കന്മാരെ അനുസ്മരണയാക്കുക, അമ്പിയാക്കന്മാരെ ഓർക്കുക, അമ്പിയാക്കന്മാരെ മദ്ഹ് ചൊല്ലുക, അതുപോലെ ഔലിയാക്കന്മാരെ കറാമത്ത് ചൊല്ലുക എന്നുള്ളത് അമ്പിയാക്കന്മാരെ മദ്ഹ് ചൊല്ലുന്ന ഇബാദത്ത്. ഔലിയാക്കന്മാരെ കറാമത്ത് പ്രചാരാക്കുന്നത് ദോഷത്തെ പൊറുക്കുടൂട്ട് മുഹമ്മദ് മുസ്തഫ. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമായിട്ട്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല. ചമ്മപ്പക്കം നിങ്ങൾ കേട്ടോണ്ടുള്ളത് പോലെ അള്ളാഹ് का റസൂൽ എന്ന് ചൊല്ലുന്ന ഒരു പലക്കുണ്ട്. അത് ഒരിക്കലും ശരിയല്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ പടക്കലില്ലെങ്കിൽ ഒരു ലോകമില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ പടക്കലില്ലെങ്കിൽ ഈ കാണുന്ന മനുഷ്യനില്ല, ഈ കാണുന്ന ആകാശമില്ല, ഭൂമിയില്ല, ഒന്നുമില്ല. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. അല്ലാഹ് ചൊന്നേ, നബിയേ തങ്ങളെ പടക്കലില്ലെങ്കിൽ ഈ ലോകമില്ല, ഇവിടെ കാണുന്ന ഒന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരണമാണ് ഈ ലോകമുണ്ടായത്. അതല്ലേ മഖ്കൂസ് മൗലിദിൽ ഒന്നാമത്തെ ഹദീസിൽ തന്നെ നിങ്ങൾ പഠിപ്പാട്ടേ, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമർ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ വസമ്മാഹു മുഹമ്മദാ. എൻ്റെ മുണ്ടിൽ നിങ്ങൾ ആരെ ഞങ്ങളെ മുഹമ്മദ് ആക്കടി പേര് ചെന്നുള്ളതാണ്. ഞങ്ങളെ ലോകത്തെ കാരുണ്യത്തെ കടൽ മുഹമ്മദ് മുസ്തഫ. ഏത് മൗലൂദിന്റെ മജ്ലിസിൽ പോലും റസൂലുള്ളാഹിന്റെ പേര് വെക്കും, സലാത്ത് ചൊല്ലുക. നിങ്ങൾ ബഖീൽ കാട്ടറ പൈസ തവണ കൈ ചിലപ്പോൾ ബെർത്തേങ്കും. അത് ബഖീലല്ല. ഏറ്റവും വലിയ ബഖീലാറ് അള്ളാന്റെ റസൂലിന്റെ പേര് ചൊല്ലുമ്പോൾ സലാത്ത് ചൊല്ലാത്തവണ്ണുണ്ട് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂലിന്റെ പേര് ചൊല്ലുമ്പോൾ ആറ് ബഖീലാക്കടാറാ, സലാത്ത് ചൊല്ലാണ്ട് ഇക്കടാറാ. അവന്റെ പോലത്തെ ബഖീൽ ലോകത്തിൽ കാണുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ ചൊല്ലണോ മുഹമ്മദ് മുസ്തഫ. इश्क में बोलना मोहम्मद मुस्तफ़ा, प्यार से बोलना मोहम्मद मुस्तफ़ा, जोर से बोलना मोहम्मद मुस्तफ़ा. അതുകൊണ്ട് വസമ്മാഹു മുഹമ്മദ. ഒന്നാമത്തെ ഹദീസ് തന്നെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി തങ്ങള് പൊന്നാനിയിൽ സീക്ക് വന്നപ്പോ, പൊന്നാനിൽ അത്ഭുതമായ രോഗം വന്നപ്പോ, ഏത് ഡോക്ടറെ കൊണ്ടും ശിഫയില്ലാതെ ആയപ്പോ, മഹാനായ മഖ്ദൂം കുടുംബത്തിലെ വലിയൊരു മഹാനാൻ സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി തങ്ങള് ഫത്ഉൽ മുഈൻ കിതാബുൻ ശഅനുഹു അജബുൻ ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബു. ഫത്ഉൽ മുഈൻ എന്ന ഗ്രന്ഥത്തെ മുസന്നിഫായ ഫത്ഉൽ മുഈൻ ഗൊന്തില്ലാത്തങ്ങല്ല, ഫത്ഉൽ മുഈൻ ഓതാത്ത ദർസില്ല. ഇസ്മായിൽ ഫൈസി അടക്കമുള്ള മുദർരിസുമാർ മുത്തഅല്ലിമീങ്ങൾക്ക് പഠിപ്പാട്ടി കൊടുക്കണങ്ങനത്തെ കിതാബ് ഏത് ഖാലിയാറും ആ കിതാബ് ഓതാത്ത ഖാലിയാറില്ല, ഏത് മൊയിലാറുമില്ല. ഫത്ഉൽ മുഈൻ എന്ന കിതാബ് കർമ്മശാസ്ത്രത്തിലെ വലിയ കിതാബാണ്. ആ കിതാബ് രചിച്ച വലിയ മഹാനാണ് സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി തങ്ങള്. ആ മഹാനാണ് മങ്കൂസ് മൗലൂദ് രചിച്ചത്. മങ്കൂസ് മൗലൂദ് രചിച്ചത് ആ മഹാനാണ്. ഇനി ഇസ്മായിൽ ഉസ്താദ് റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതിത്ത്, അതും റസൂലുള്ളാഹിന്റെ മദ്ഹ്, അതും മദ്ഹ്. സയ്യിദാക്കർ മദ്ഹ് എഴുതിത്ത്, അതും മദ്ഹ്. ഉസ്മാനാക്കർ മദ്ഹ് എഴുതിത്ത്, അതും മദ്ഹ്. അപ്പം മദ്ഹ് കൊള്ളുന്നത് കൊണ്ട് മങ്കൂസ് മൗലൂദും അത്രല്ല, ബർസഞ്ചി മൗലൂദുണ്ട്, ഷർഫുൽ അനാം മൗലൂദുണ്ട്. അങ്ങനെ മൗലിദ് കിതാബിൽ 300 ചില്ലാര മൗലിദുകളുണ്ട്. അതിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പ്രശംസിക്കണങ്ങനത്തെ, ചരിത്രം ചൊല്ലങ്ങനത്തെ ഒരുപാട് മൗലിദ് ഉണ്ട് മുഅ്മിനുകളെ. മൗലിദ് ചൊല്ലുമ്പോൾ
ഞങ്ങൾ മനസ്സിലാക്കിയത് മങ്കൂസ് മൂലത് അത് ഏറോ ഒരാൾ ഉണ്ടാക്കിയത് കേട്ടല്ലേ. അത് ഉണ്ടാക്കിയ ആളെ നോക്കലല്ല, ആ ഉണ്ടാക്കിയ വിഷയന്ത്രെ നിങ്ങൾക്ക് പിടിയുണ്ടാ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അത്ഭുതം, ഈ ലോകത്തിൽ ഉണ്ടായ ആദ്യത്തെ വസ്തു ഏത് കേട്ടെങ്കിൽ ഈ ലോകം ഉണ്ടാവുടേക്ക് മുന്നോൽ ഫസ്റ്റ് ഉണ്ടായ വസ്തു ഏത്? വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അള്ളാഹുവിൻ്റെ റസൂലുടെ നൂറാണ് ഫഹ്ലെ ബനായ ഫഹ്ലെ മൗജൂദ് ഹു ഐദർ. ആദ്യം ഉണ്ടായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നൂറാണ്, പ്രകാശാണ്. ആ പ്രകാശം പടച്ചില്ലെങ്കിൽ, ആ നൂറെങ്കാലം ഉണ്ടായില്ലെങ്കിൽ ഈ ലോകമില്ല, ഒരു അമ്പിയാവുമില്ല, ഒരു ഔലിയാവുമില്ല, ഒരു ആകാശവുമില്ല, ഒരു ഭൂമിയുമില്ല. അതുകൊണ്ടല്ലേ എൻ്റെ മുഅ്മിനുകളെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് കേട്ടത്, നബിയേ അയ്യു ശൈഇൻ ഖലഖഹുല്ലാഹ്, ഏത് വസ്തുവാണ് ആദ്യമുണ്ടായതെന്ന് കേട്ടപ്പോ അള്ളാന്റെ റസൂല് മറുപടി ചെന്നത് നൂരി, നിന്റെ പ്രകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് ലോകത്തിൽ ആദ്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇങ്ങനത്തെ ഒരു ഷറഫുള്ള, ഇങ്ങനത്തെ ഒരു ഖൽഖിലും ഖുൽഖിലും ഇൽമിലും ഇത്ര ഉന്നത സ്ഥാനമുള്ള ഒരു നബിയും ഒരു അമ്പിയാവും ലോകത്തിലില്ല അള്ളാഹുവിൻ്റെ റസൂലിനെ പോലത്തവ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വലിയ ഉന്നത സ്ഥാനമുള്ള ആളാണ്. അതുകൊണ്ടല്ലേ സർവ്വ അമ്പിയാക്കന്മാരും ആഗ്രഹിച്ചു പോയി ആ നബിയുടെ ഉമ്മത്തിയായെങ്കിൽ. ഇല്യാസ് നബി അലൈഹിസ്സലാം പോലും ആഗ്രഹിച്ചു പോയി, സർവ്വ അമ്പിയാക്കന്മാരും ആഗ്രഹിച്ചു പോയി, ഞാൻ ആ നബിയുടെ സമുദായമായി പോയെങ്കിൽ. പക്ഷേ ഞങ്ങളെപ്പോലത്തെ ഭാഗ്യക്കാർ വേറെ ഉണ്ടാ? ഞങ്ങളെ മുന്നോട്ട് സർവ്വ അമ്പിയാക്കന്മാരെ ചരിത്രം ഞങ്ങൾ ചൊന്നുകൊണ്ടുള്ള, ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഞങ്ങൾ ചൊന്നുകൊണ്ടുള്ള, ആദം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ ചരിത്രം ചൊന്നുകൊണ്ടുള്ള, ജനങ്ങളെ കൗമുടെ വിഷയം ഞങ്ങൾ ചൊന്നുകൊണ്ടുള്ള, നൂഹ് നബിയുടെ കൗമുടെ ചരിത്രം ഞങ്ങൾ ചൊന്നുകൊണ്ടുള്ള, ആദ് ഹൂദ് ഇങ്ങനെ ചെല്ല് സർവ്വ മുന്നോൽ വന്ന് സർവ്വ അമ്പിയാക്കന്മാരെ ചരിത്രം ചെന്നുകൊണ്ടുള്ള. പക്ഷേ ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൗമുടെ ചരിത്ര ചൊല്ലുകൂ, ലാ നബിയ ബഅദ, ഞങ്ങളെ നബിയിൽ പിന്നൊരു നബി ബറകില്ല, ഒരു കൗമ് ബറകില്ല. ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നിട്ട് ഒരു നബി ബറകുണ്ടാ? ഉണ്ടമ്മ ഇന്ന ഗുണ്ടിയൊരു ഇല്ലെങ്കിലേ മുണ്ട ദിവസം കാവിട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ഒരു നബി ഇല്ല. ഉണ്ടാ? ബറകില്ല. ഖാദിയാനികൾ ചെന്ന പോലെ ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതിമുൻ നബിയീൻ, അമ്പിയാക്കന്മാരിൽ അവസാനത്തെ നബിയാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്ര പ്രശംസയുള്ള ആൾക്കാർ, ഞങ്ങൾ ഇത്ര വലിയ ബഹുമാനമുള്ള ആൾക്കാർ ഞങ്ങൾ മനസ്സിലാക്കണം ആ നബിയുടെ കൗമായത് തന്നെ. അൽഹംദുലില്ലാഹ്, എത്ര ചൊന്നെങ്ങയ്യാവോ അൽഹംദുലില്ലാഹ്. കുന്തും ഖൈറ ഉമ്മ, ഉത്തമ സമുദായ ചൊല്ലി ഞങ്ങൾ സമുദായത്തെ പറ്റി. നല്ലൊരു സമുദായ, ഇങ്ങനത്തെ ഒരു സമുദായ ലോകത്തിലില്ല. ഞങ്ങളെ ചരിത്ര ചൊല്ലകു ഇനിയൊരു കോമ് പറകുണ്ടാ? ഇല്ല. മുമ്പ് പോയ അമ്പിയാക്കന്മാരെ കൗമുടെ ചരിത്രം ഞങ്ങൾ ചൊന്നുകൊണ്ടുള്ള, മൂസാ നബിയുടെ കൗമിനെ പറ്റി ഞങ്ങൾ ചൊന്നുകൊണ്ടുള്ള, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൗമിന്റെ ചരിത്രം ചൊന്നുകൊണ്ടുള്ള, ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രമാ, ഞങ്ങളെ കൗമുടെ ചരിത്രമാ ചൊല്ലുക. ഇനി ഒരു ജനതയുടെ പറകില്ല, ഇത് ലാസ്റ്റ് ജനത, അവസാനത്തെ കൗമു എൻ്റെ മുഅ്മിനുകളെ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യനല്ല. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങളെ ഉമ്മടെക്കാലും പിരിസമുള്ള ആളല്ലേ. ഞങ്ങളെ ഉമ്മടെ കാട്ടി പിരിസം വെക്കട ഒരാളുണ്ടെങ്കിൽ ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ. ഞങ്ങളെ അബ്ബടെ കാലും ഏറ്റവും വലിയ പിരിസം വെക്കട ആളുണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ. ഞങ്ങളെ എല്ലാമായ മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദുഃഖിക്കണങ്ങനത്തെ നബി മുഹമ്മദ് മുസ്തഫ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എങ്ങനത്തെ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കൃപയുള്ള നബി, ഏറ്റവും സ്നേഹമുള്ള നബി. ഞങ്ങൾക്ക് ബേജാറ് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് ബേജാറാവിടൂ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് ബേജാറാവിടൂ. ഞങ്ങൾക്ക് വിഷമം പറയുമ്പോൾ ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ബേജാറാവിടൂ. തൻ്റെ മുഅ്മിനുകളെ എല്ലാ തിങ്കളാഴ്ച നാളും വെള്ളിയാഴ്ച രാവും ഞങ്ങളെ അമല് അല്ലാഹുവിൻ്റെ റസൂലിനെ എത്തുമ്പോ വാട്സാപ്പിലല്ല, നെറ്റിലല്ല. ഞങ്ങളുടെ റസൂൽ ഈ മൈക്ക് എന്ത് ഇങ്ങനെ തോണ അച്ചറക്കണ ഒന്നത്തെ എഡതിയില്ലേ സൗണ്ട് ദിയോട്. എൻ്റെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. അല്ലാഹുവിൻ്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ പിരിസം വെക്കാത്തവണക്ക് ഈമാനില്ല. റസൂലുള്ളാഹിൻ്റെ പിരിസ അറിയില്ലേ അവനക്ക് ഈമാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കുക ചമ്മ ഞങ്ങൾക്ക് അകത്തേയില്ല, തെളിവ് അകത്തേയില്ല. ഈ ലോകം ഉണ്ടാവുക കാരണല്ലേ ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ നബി മാത്രല്ല, ഞങ്ങളൊട്ടുക ഏറ്റവും പിരിസമുള്ള നബിയല്ലേ. ഞങ്ങളെ അമലതാ തിങ്കളാഴ്ച ജാവുകയും വെള്ളിയാഴ്ച ജാവുകയും മദീനയിൽ മറപ്പെട്ട് കിടക്കണ ഞങ്ങളെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ എത്തുമ്പോ സുബ്ഹാനല്ലാഹ് നല്ല നല്ല അമല് കാണുമ്പോ അല്ലാഹുവിൻ്റെ റസൂല് ഹമിദുല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലുണ്ട് മുഹമ്മദ് മുസ്തഫ. ഞങ്ങളെ അമല് കണ്ടിട്ട് ഖുശിയായിട്ട് അല്ലാഹുവിൻ്റെ റസൂല് ചൊല്ലു അൽഹംദുലില്ലാഹ്. സൂര്യൻ്റെ അബൂബക്കർ മൂസ ഈസാട്ട് മാത്രല്ല ആറല്ല റസൂലുള്ളാഹിനെ പിരിസം വെച്ചാറാ, നല്ല അമല് ചെയ്യാറാ. അല്ലാഹുവിൻ്റെ റസൂല് നോക്കിയിട്ട് ചൊല്ലു അൽഹംദുലില്ലാഹ്. അതേ നിലക്ക് വല്ല ബെടക്കായ അമല് കാണുമ്പോ ബേജാറ് പറയുമ്പോ അല്ലാഹുവിൻ്റെ റസൂല് വെറുക്കില്ല, ബേജാറാവില്ല. അങ്ങക്ക് വേണ്ടി പൊറുക്കലിനെ തേടിട്ട് മുഹമ്മദ് മുസ്തഫ. എന്തൊരു സ്വഭാവ! അള്ളാഹുവിൻ്റെ റസൂലുക്ക് ഒരു ബേജാർ പണ്ടില്ല, അങ്ങക്ക് വേണ്ടി പൊറുക്കലിനെ തേടിട്ടാ അവങ്ങൾക്ക് പുറത്തു കൊടുക്കല്ല. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ നബിയായിട്ടിക്കട്. ആ നബിയുടെ എങ്ങനെ പിരിസം വെക്കണോ, ആ നബിയുടെ ജന്മദിനം എങ്ങനെ ആഘോഷിക്കണോ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലിദിൽ എങ്ങനെ ദയിക്കണോ, എങ്ങനെ സ്വലാത്ത് ചൊല്ലണോ, ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയാ. റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുമ്പോ നിന്റെ മനസ്സ് നല്ല ശുദ്ധിയായ മനസ്സാണ്. ദിൽ സാഫ് കർന അമൽ മഖ്ബൂൽ ഹേ, दिल साफ नहीं तो अमल गैर मकबूल है. पहले दिल साफ करना. ഫസ്റ്റ് ഞങ്ങൾ ആക്കേണ്ട സ്വറ മൗലൂദിൽ മജ്ലിസിൽ ദയിക്കടതാവട്ടെ, ഏത് മജ്ലിസിൽ ദയിക്കടോ ആവട്ടെ, ഞങ്ങളെ മനസ്സ് കാണാൻ അല്ലാഹു നോക്കടേ. മുഹമ്മദാക്കടെ മനസ്സുകളോ നോക്കൂടാ, അബൂബക്കറാക്കടെ മനസ്സുകളോ നോക്കൂടാ. അവൻ്റെ ചന്ത നോക്കില്ല, അവൻ്റെ പൈസ നോക്കില്ല, അവൻ്റെ ഫ്ലാറ്റ് നോക്കില്ല, അവന് വലിയ ബമ്പമായിട്ട് നോക്കില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞങ്ങളെ താടിക, ഞങ്ങളെ ചന്തത്തുക, ഞങ്ങളെ കോലത്തുക, ഞങ്ങളെ ബിൽഡിങ്ങുക, ഞങ്ങളെ ദുനിയാവിടെ സമ്പത്തുക അല്ലാഹു നോക്കില്ല. അല്ല നോക്കൂടെ ലോകത്തെ മനുഷ്യന്മാരെ മനസ്സിൽ കേട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. മനസ്സ് നല്ല ക്ലീനുള്ള മനസ്സ്, അഞ്ചില്ലാത്ത, അസൂയയില്ലാത്ത, ഫസാദില്ലാത്ത നല്ല മനസ്സൊക്കെ അവൻ്റെ അമൽ അല്ലാഹു സ്വീകരിക്കടാ.
ഉമ്മ കഴിച്ചിട്ട് അബ്ബ കഴിച്ചിട്ട് പെങ്ങ കഴിച്ചിട്ട് അവനോട്ട് അർച്ച വെച്ചിട്ട് ഓണ്ടോട്ട് അർച്ച വെച്ചിട്ട് തമ്മിൽ ഫിത്തന ഫസാദാക്കിയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ മുഖം നോക്കുക അല്ലാഹുവിൻ്റെ റസൂല്. തമാശക്ക് ചൊന്നെങ്കും സലാത്തുക്ക് ഫൗറുണ്ട്, വെറുതെ ചൊന്നെങ്കും സലാത്തുക്ക് ഫൗറുണ്ട്. പക്ഷേ നിന്റെ മനസ്സ് ക്ലീൻ ഇല്ലേ? നിന്റെ മനസ്സ് നഞ്ചും ഫസാദും അസൂയ എന്ന് പറഞ്ഞ മനസ്സൊക്കെ നിന്റെ മനസ്സ് അല്ലാഹു നോക്കടാ. നോക്കുമ്പോ ആദ്മി അച്ചാനങ്കി ദിൽ സാഫ് നഹി ഹേ. മനുഷ്യ നല്ലവനല്ല, മനസ്സിലെ ഉൾഗ ചീഞ്ഞിര്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട്ട് ചൊന്നുള്ള മക്കളെ, അലാ വ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ് മുഹമ്മദുർ റസൂലുള്ളാഹി. മനുഷ്യ ശരീരത്തിൽ ഒരു ഇറച്ചിക്കട്ട ഉണ്ടൂണ്ടാണ് മുഹമ്മദ് മുസ്തഫ. നല്ലോണം മനസ്സിലാക്കണോ. ഓൺലൈനിൽ കേൾക്കണങ്ങോ, ലൈൻ ഇല്ലാത്തങ്ങോ, എല്ലാ ലൈൻ്റെങ്ങും ശരിക്കും കേൾക്കണോ. ഓൺലൈനിലാവട്ടെ, ഓൺലൈനിലാവട്ടെ, പെൺലൈനിലാവട്ടെ, ഏത് ലൈനിലായെങ്കിലും സമ കേൾക്കരുത്, കേൾക്കും പോലെ കേൾക്കണോ. വളരെ ആലെ നോക്കണ്ട. ഉൻദുറു ഇലൽ മഖാലി ലാ മൻ ഖാല വസ്താഫിദൻ വ ഇയകും ബഖാല. ഉൻദുറു ഇലൽ മഖാലി ലാ മൻ ഖാല. ഇൽമു പഠി മോനെ, ചൊല്ലിന്റെ ആൾക്ക് നോക്കണ്ട, ചൊല്ലിന്റെ ആൾക്ക് നോക്കണല്ല, ചൊല്ലിന്റെ പലക്ക. ആ പലക്ക ആരെ പലക്ക? മുഹമ്മദ് മുസ്തഫ. ചൊല്ലിന്റെ പലക്ക ആരത്? കലാമുള്ള, അള്ളാന്റെ കലാമ്, മഹാന്മാർ ചൊന്ന പലക്ക. അങ്ങനെ പലക്ക നോക്കണം, നന്റെ നിങ്ങൾ നോക്കണ്ട. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ, മയ്യാവല മുത്ത് മുഹമ്മദ് മുസ്തഫ. മനസ്സ് ശുദ്ധിയാക്കുള്ള ഏറ്റവും നല്ല മറന്ന് സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പലക്ക, ഓ മനുഷ്യ, അലാ വ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ. മനുഷ്യ, നിന്റെ ശരീരത്തിൽ ഒരു ഇറച്ചിക്കട്ട ഉണ്ട്. ആ ഇറച്ചിക്കട്ട നല്ലൈത്താ നീನು നല്ല, ഇറച്ചിക്കട്ട ബെടക്കൈത്താ നീ ബെടക്കായ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കേൾത്ത്, നബിയേ ആ ഇറച്ചിക്കട്ട ഏത് നബിയേ? അലാ വഹിയൽ ഖൽബ് മുഹമ്മദ് മുസ്തഫ. അത് മനുഷ്യരുടെ മനസ്സായിട്ട് കിടന്നിട്ട് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഫാത്തിമയുടെ മുഖം നോക്കടേ, ചന്തമുള്ള ആളട്ടല്ല, ഭാര്യ ചന്തത്തെ പാത്തുമ്മ, ബുർക്ക ഗവണ ബുർക്ക ഇട്ടൊരാള്, നല്ല ചന്താത്തിൽ നടന്നുകൊണ്ടുള്ള സ്പ്രേ അടിച്ചിടാള്, അതൊക്കൊന്നും അല്ല നോക്കൂല്ലേ. ഫാത്തിമ, നിന്റെ മുഖത്തുക, നിന്റെ ചന്തത്തുക, നിന്റെ ബുർക്കത്തുക, നിന്റെ മാലക, നിന്റെ കോലത്തുക നോക്കൂല്ല. അല്ല നോക്കടേ നിന്റെ മനസ്സെങ്ങനുണ്ടു? ഓക്കേമാ? നിന്റെ മനസ്സ് ഓക്കേമാ? യാക്കേണ്ടില്ല ഓക്കേമേ. അള്ളാഹു കാക്കട്ട്. ഞങ്ങളെ ഫാത്തിമയുടെയും ആസിയമ്മയുടെയും സർവ്വ മുസ്ലിമീങ്ങൾ അള്ളാഹ് നന്നാക്കട്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ ആദ്യമായി മനസ്സൊന്ന് ശുദ്ധിയാക്കണോ. മനസ്സ് ശുദ്ധിയാക്കുള്ള ഏറ്റവും നല്ല മറന്ത് ഏത് ഡോക്ടർമാർ മുട്ട പോയും കിട്ടില്ലത്. നാളെ പോയിട്ട് സംശുദ്ധിദാരും പുതിയൊരു ഡോക്ടർ കിട്ടിയിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഡോക്ടറെല്ലാം പഠിച്ചിട്ട് ഇപ്പോൾ ഡോക്ടർ സർട്ടിഫിക്കറ്റെല്ലാം കിട്ടിയിട്ട് എങ്കിലും സംശുദ്ധീൻ ഉസ്താദിലോട്ട് പോയിട്ട് കേൾക്കണേതാ, ഉസ്താദ് മനസ്സ് ശുദ്ധിയാക്കുക എന്നെ മറന്നുണ്ടാ. ഉസ്താദായതുകൊണ്ട് ചിലപ്പോൾ മറന്ന് ചൊന്തറുവാറ്. അതൊക്കെ കഷായ ഉപയോഗമാവില്ലേ, അതൊക്കെ നല്ല ലേഹത്തിൻ്റെ ആവില്ലേ. ഏറ്റവും നല്ല കഷായം മറന്ന് മനുഷ്യരെ മനസ്സ് നന്നാക്കുള്ള മറന്ന് എന്തിനെ കൊന്തുണ്ടാ? 5 മരുന്നുണ്ട്, അതിപ്പോ വിശദീകരിക്കലല്ല. ദവാഉ ഖൽബിൻ ഖംസതും ഫതിലാവതും ബിതദബ്ബുരിൽ ഖുർആനി വൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തദർറു ബിസ്സഹർ വമുജാലസതു സ്വാലിഹീനൽ ഫുളലാ. 5 മരുന്നുണ്ട് മനുഷ്യൻ്റെ മനസ്സുദ്ധിയാക്കുക. 5 മറന്ന് അത് എല്ലാവരും ആ മറന്ന് ഉപയോഗമാക്കണോ. പാത്തുമ്മ ഉപയോഗമാക്കണോ, ഐസമ്മ ഉപയോഗമാക്കണോ. അപ്പൊക്കൊരു മുഹമ്മദ് കൂടി എല്ലാ ബേരിങ്ങും എല്ലാ മുസ്ലിമീങ്ങും ഉപയോഗമാക്കണോ ആ മറന്ന്. ഒന്നാമത്തെ മറന്ന് ഷോർട്ടായിട്ട് ചില വിശദീകരിക്കില്ല. ബിതദബ്ബുരിൽ ഖുർആൻ. ഖുർആൻ ഓതുമ്പോൾ പള്ളിയിൽ അപ്പറ കന്നഡ ബുക്ക് ഓതിയ പോലെ ഓതിരല്ല. ഒരു പക്ക ദൈ ഉദുവോട് കൂടെ ദൈ നല്ല
കിബ്ലാക്ക് മുന്നിട്ട് അച്ചടക്കത്തോട് ഓതു. ഇത് കന്നഡ ബുക്ക് ഓതുപോലെ നടക്കുന്ന വാക്കിങ്ങളാ കന്നഡ ബുക്കല്ല അത്, ചരിത്രത്തെ ബുക്ക പുസ്തക ಬಿಚ್ಚಿಟ್ಟು നല്ല കല്ല് പോലത്തെ പാലക്കാര ಒಂದು ತೊಂದರೆ ಇಲ್ಲ, ಜಿಮ್ಮುಡೆ ತಡಿ ಅಬ್ಬೆ ಸಂಕಟ ಇಲ್ಲೇ ದೈಕೋಗೋಣ. ഖുർആൻ ഓതിരെ എന്തിനാ ഖുർആൻ എന്തിനാ? ബിതദബ്ബുരിൽ ഖുർആനി വൽ ബത്നിൽ ഖലാ. ഖുർആൻ ഓതുമ്പോൾ നല്ല ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് ഖിബ്ലക്ക് മുന്നിട്ടിട്ട് കാൽ നീട്ടകുത്തീറ. അല്ലാഹുവിന്റെ കലാമാണ് ഹദാ കലാമുല്ലാഹ് ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ഖുർആൻ ഉദുവില്ലാതെ ശുദ്ധിയില്ലാതെ തുടകുത്തീറ. ആ ഖുർആന്റെ ഒരു അലിഫ് വേറെ ചമ്മ വേണ്ട, ഒരു അലിഫ്, ആ അലിഫ് എവിടെയും കിട്ടിപ്പോയെങ്കിൽ അതിനെ ആദരിച്ച് ബഹുമാനിച്ചെങ്കിൽ അത് നാളെ മഹ്ശറയിൽ അവനക്ക് ശഫാഅത്ത് ചെയ്യുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. ഈ അലിഫ് അക്ഷരം കിട്ടിയപ്പോ അതിനെ ബഹുമാനിച്ച് സെന്റ് തോത്തിട്ട് ബഹുമാനിച്ച ആരാണോ അവനക്ക് നാളെ ഖുർആൻ ചൊല്ലു റബ്ബേ, അവനക്ക് നീ ശഫാഅത്ത് ചെയ്യല്ലാ, അവന്റെ സ്വർഗത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന അധികാരം നക്ക് താണ്ട് ഖുർആൻ നാളെ കേൾക്കൂന്ന് അല്ലാഹു അക്കൂട്ടത്തിലാക്കി തീർക്കട്ടെ. അതുകൊണ്ട് റുബ്ബ ഖാരിഇൻ യഖ്റഉൽ ഖുർആൻ വൽ ഖുർആനു യൽഅനുഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര ഖുർആൻ ഓതുറങ്ങ, ഖുർആൻ അവനക്ക് ശഫിക്കറ്, നീ അവിടെ മടക്കി വെച്ചിട്ട് പോ ഹംക്കെ നന്റെ ഓതണ്ടല്ല ഖുർആൻ ചൊല്ലു മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഞങ്ങളെ കാക്കട്ട്. ഇന്റെ ഖുർആൻ റിക്ഷയിലും ഖുർആന്, ബസ്സിലും ഖുർആന്, ക്യാഷ് ഇടിയത്തെ 4 ഗಂಟೆ എന്തിനപ്പോ റിക്ഷയിൽ ഖുർആൻ വായിച്ചുകൊണ്ട് പോന്നെ നമുക്ക് എന്തിനുള്ളത് കലിയ. പരിശുദ്ധ ഖുർആൻ എങ്ങേം വെച്ച് കേൾക്കണതാ, എങ്ങേം വെക്കണതാ. ആയത്തുൽ കുർസി എതിർല് ഒരു മാല പോലെ ആടിയുണ്ട് പട്ടാ 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 ഓന്റെ ജിന്ദഗി ഓതിറ്റിക്കുവാണ് ഓണു. ഉളുവില്ലാണ്ടത് തുടങ്ങു പാടുണ്ട. ഖുർആൻ എവിടെയും കെട്ടതാ അത്. ഹദാ മിൻ ഫളിൽ റബ്ബി ഗേറ്റിൽ വെച്ചിറ 40 കോടി രൂപ 30 കോടി രൂപ 10 കോടി രൂപ ഗേറ്റിൽ ഹദാ മിൻ ഫളിൽ റബ്ബി. സുബൈക്ക് നോക്കുമ്പോ നായി വന്നിട്ട് സ്പ്രേ അടിച്ചോണ്ടുണ്ടായിക്ക്. പിന്നെ നിക്ക് ಬೇರೆ മാറ്റ വേണല്ല, മമ്മദ് വന്നിട്ട് തകട് നിന്റെ ഔത്ത് ബേക്കോണ. അതേ മയ്യാവു സ്പ്രേ മടിയാവും നിക്ക് നായിയുടെ സ്പ്രേ, കാക്കെ തൂറത് മയ്യാവു നിക്ക് ഷാപ്പ. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് ദിക്ർ കൊണ്ട് കലിക്കണ്ട മക്കളെ. റിക്ഷയിലെതിരെ കാറിനെതിരെ തബാറക്കല്ലാ മാഷാ അല്ലാ ബുറാഖ്, റിക്ഷയ്ക്ക് പേര് ബുറാഖ്. നിക്ക് ഗൊന്തുണ്ടല്ലോ എന്തിനാ ബുറാഖ് എന്നെങ്കിൽ അതെന്തിനാ ഗൊന്തൊരു ഇനോവക്കാരുടെ പേരാ, ഇട്ടികക്കാരുടെ പേരാ, ചെത്തുകല്ലുകാരുടെ പേരാ. ഇപ്പൊ കാർ പല ജാതി വന്നിട്ടുണ്ട്. i20 220 ലാസ്റ്റ് 220 അല്ല കാക്കട്ടെ പല കാറും വന്നിട്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണു ബുറാഖ് ചൊല്ലത് അത് ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ, ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലതീ ബറക്നാ ഹൗലാ. സൂറത്തുൽ ഇസ്രാ ഞങ്ങൾ ഓതിയിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഇസ്രാ പോയത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത് ഏത് വാഹനത്തിൽ, എത്ര സ്പീഡുള്ള വാഹനം പിടിയുണ്ടാ? അല്ലാഹ് ആ ബുറാഖ് ചെല്ലുന്ന വാഹനത്തിൽ പത്തിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഉമ്മുഹാനി റളിയല്ലാഹുവിന്റെ ഔത്ത് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചൊന്തു, നബിയേ നിങ്ങൾക്ക് സ്വർഗത്തിലെ ഒരു വാഹന കൊന്നിര നബിയേ. ഏത് വാഹന? ആ വാഹനത്തെ പേരായിട്ട് ബുറാഖ്. ആ വാഹനത്തിൽ പത്തിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയത്. അല്ല ഉസ്താദേ, ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയത്. ആ വാഹനത്തെ പേരുണ്ട് റിക്ഷയിൽ വെച്ചിട്ട് വേണു ഓന്റെ റിക്ഷക്ക് വെളിയേറും വെച്ചതാണ് കുരിയല്ല ആയിപ്പോയ കുപ്പി വെച്ച വല ഔത്തിൽ പോഴഞ്ചി കുപ്പിണ്ടു എന്താ ഞങ്ങളൗത്തുക്ക് ശൈത്താൻ പറല്ല. ശൈത്താൻ ഉൾഗമ ഉണ്ടല്ലോ അബ്ബ. ആറ് നിന്റെ പെഞ്ഞായി ഒരു നിസ്കാരം ഉണ്ട, ഒരു ദിക്കറുണ്ട, ഒരു തസ്ബീ ഉണ്ട, വേറെ ശൈത്താൻ ഔത്ത് കൊണ്ടുവരണ പർത്തരെ പറഞ്ഞ
ഒരു റസൂലുള്ളാന്റെ ഒരു മൗലിദിന് എന്നാൽ ഒരു ഹദീസ് പോലെ നാവുൽ ബന്ദിറ ഒരു സ്വലാത്ത് പോലെ ചൊല്ലാല 24 ഗಂಟು സീരിയൽ മാല ബദർ മാല ഇല്ല ഉഹുദ് മാല ഇല്ല ഖന്തഖ് മാല ഇല്ല ബന്ദാക്കി വെച്ചിട്ടായിട്ട് 24 ಗಂಟೆ 40 ಕೋಟಿ ഔത്തരൊക്കെ വെച്ചിട്ട് സിനിമ മാല പിന്നെ എവിടേക്ക് ബർക്കത്ത് അല്ല ഉസ്താദ് കുപ്പി വെച്ചിരല്ലേ കുപ്പി ബർക്കത്താവണ ആ ബദർ മാല ഓതു ഉസ്താദ് തന്നെ കുപ്പി നിക്ക് ബർക്കത്ത് ഉൽഗ പറഞ്ഞു ഉണ്ടായെങ്കിൽ മോലത് ഓതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നില്ല വലാ തജ്അലു ബുയൂതകും മഖാബിറ നിന്റെ അവ ഖബർ പോലെ ആക്കണ്ട നിന്റെ ഔത്തുൽ ഖുർആൻ ഓതണു സുന്നത്ത് നിസ്കരിക്കണു സ്വലാത്ത് ചൊല്ലണു ദിക്ർ ചൊല്ലണു അങ്ങനത്തെ ഉമ്മമാർ വേണോട്ട് മുഹമ്മദ് മുസ്തഫ അതല്ലേ പള്ളിയിൽ നീ ഫർള് നിസ്കരിച്ചെങ്കിലും നിന്റെ റവാത്തിബു സുന്നത്തുകാർ ഔത്തുൽ നിസ്കരിക്കണം കാരണ അവ ബർക്കത്താവണുണ്ട് മുഹമ്മദ് മുസ്തഫ ചിലപ്പോൾ ഉടവില്ല ഉണ്ടാവോ തീറ ചില ആൾ ഔത്തുൽ പോയിട്ട് നിസ്കരിക്കാൻ വരും ഔത്ത് പോയിട്ട് അമ്മത്തെ പെഞ്ഞേരി തൊട്ടിട്ടായിട്ട് ഊത് കൊടുക്കാൻ വേണ്ടിയാണ് ആ സുന്നത്തും ഇല്ല ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഔത്ത് പള്ളിയിൽ നിസ്കരിച്ചിട്ടേ പോകണം ഇല്ലെങ്കിൽ ഏറ്റവും കൈർ ആണിങ്ങു പള്ളിയിൽ ഫർള് നിസ്കരിച്ചിട്ട് സുന്നത്ത് നിസ്കാർ ഔത്തുൽ നിസ്കരിക്കണം കാരണ അവ നിസ്കാരമുള്ളവാവണു കുപ്പി കെട്ടിയ മയ്യാവല നൂല് കെട്ടിയ മയ്യാവല ബൊങ്ക കെട്ടിയ മയ്യാവല ഉറുക്ക് കെട്ടിയ മയ്യാവല ഊതിട്ട് ഇടി ഊത്തയങ് മയ്യാവല എല്ലാം ബർക്കത്താവണ നീ നല്ലൊരു മനുഷ്യനാവണു തങ്ങ ഊതുമ്പോ നീ നിസ്കാരമുള്ള ആളാവണോ നീ നോമ്പുള്ള ആളാവണോ ഇസ്ലാമിയത്തിലുള്ള ആളാവണോ അല്ലാത്തങ്ങ് ഓതിട്ട് ഫലമുണ്ടാ അവിടെ കണ്ണ് പൊട്ടു അള്ള കാക്കട്ട് ജാഗ്രതക്ക് അങ്ങനെ ആരോ ഊതുവാട്ടൊക്കെ പോയിരണ്ട ഒരു വക്ത് നിസ്കരിക്കാണ്ട് നമുക്ക് ഊതുവാട്ടൊക്കെ പോയില്ലേ മഹാനക്ക് ഗൊന്തിക്കു ചിലപ്പോ വില മഹാന്മാർക്ക് പിടി അവിടെ കൊണ്ട് കോല കാണുമ്പോൾ അവിടെ ಬಂದು നമുക്ക് ഇങ്ങനത്തേದೇನು ഒരു വക്ത് നിസ്കരിക്കാത്തവനുണ്ട് പണ്ടൊരു ഔലിയ ಎಂತಿಲ್ಲ ആ ഔലിയുടെ മുട്ട പോണ്ടെങ്ക നല്ല ಟಿಕ್ಕ ಪಕ್ಕ കൊണ്ടുപോകണം ಟಿಕ್ಕ ಗೊಂತುಂಡല്ലേ ഇതിൻ്റെ കോലിയുടെ ആക്കടെ അവസ്ഥ കേട്ട് ടിക്ക പക്ക മന്തി ബിരിയാണി കുയ് ബിരിയാണി ഗുലിൽ ബിരിയാണി ബെദ്രി ബിരിയാണി ബാമ്പു ബിരിയാണി അല്ല കാക്കട്ട് നങ്ങ ചെന്നിരങ്ങ നങ്ങ പടച്ചുറമ്പ് കാക്കട്ട് കൊപ്സ എന്തൊരു കൊശി ആ കോലി ദിക്റെത്ര ചൊന്തോ എനിക്ക് പിടിയുണ്ടാ ആ കോലി അള്ളാന്റെ ഓർത്തിരത്ര കൊത്തുണ്ടാ ആ കോലി എത്ര ദിക്ർ ചെന്ന് എനിക്ക് പിടിയുണ്ടാ അതിനെ ടിക്കാക്കിയിട്ട് പക്കാക്കിയിട്ട് നരകത്തെ കോലി സ്വർഗത്തെ കോലി ആക്കിയിട്ട് നങ്ങ തിന്നറ ഒരു ബിസ്മി പോലും ചൊല്ലലില്ല നങ്ങ അതിനെ കരിക്കുമ്പോ അതിനെ കൊള്ളുമ്പോ അതിനെ അറുക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു കോലി അറുക്കണവണോ എങ്ങനത്തെ ആളാവണോ അർക്കുന്നവൺ അർക്കണോ അർക്കുന്നതിൽ അർക്കണം അർക്കുന്നത് ഹലാലായിരിക്കണം ചെറുത്തില്ലേ ഒട്ടാശ അർക്കഴിയമാ അർക്കുന്നവൻ അർക്കണം അർക്കുന്നതിനെ അർക്കണം അർക്കുന്നതിൽ അർക്കണം അർക്കുന്നവൻ മുസ്ലിം ആയിരിക്കണം നിസ്കാരമില്ലാത്ത അർത്ഥ കൂട്ടം വസ്തു അത് എന്തിനാക്കണോ ബേരിയല്ലേ അർത്ഥ കൂട്ടം പിന്നെ ഇപ്പൊ ചെമ്മ കോല്യ ഫോറമൽ സുബ്ഹാനല്ലാഹ് അവൻ ഒരു വക്ത് പള്ളിക്ക് പോയിട്ടില്ല നമുക്ക് തിന്നര് എങ്കിലും നങ്ങ അർത്തിട്ടത് കൊണ്ടേ നല്ല അബ്ബ അള്ളാഹു ബർക്കത്താക്കട്ടെ അവൻ അർക്കണങ്ങനെ ഒരു കാൽ ചവിട്ടിട്ട് ഒരു കാലത്തിൽ പിടിച്ച് അതിനെ കൊടന്ന് നങ്ങ തിന്നരേ അള്ളാഹ് പടച്ച റബ്ബ് കാക്കട്ട് അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ആ ഭാഗത്ത് നാം കടക്കില്ല ഞങ്ങളെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ മാതൃക ഞങ്ങൾക്ക് വേണ റസൂലുള്ളാന്റെ പിരിസം വേണ റസൂലുള്ള ചൊന്ന പലക്ക അതിനെ പിടിച്ചിട്ട് ഞങ്ങൾ എടുക്കേണ്ടതായിട്ട് റസൂലുള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ട സ്വലാത്ത് ചൊല്ലല് അതുപോലെ തന്നെ അതല്ല റസൂലുള്ളാഹിനെ മുട്ട പോണ്ട ഒരു ചെറിയൊരു ഇത് മാത്ര ഇന്ന ഔലാബി യൗമുൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ നബിരൊട്ട് മുട്ടാവണ യാറ സ്വലാത്ത് ചൊല്ലു മുഹമ്മദ് മുസ്തഫ അതിനിടക്ക് സുന്നത്ത് വിട്ടോട് സ്വലാത്ത് ചൊന്നിട്ട് കാര്യമില്ല സ്വലാത്തിന് മജ്ലിസിക്ക് പോയിട്ട് സുബഹി നിസ്കാരത്തില്ല സുന്നത്ത് പോയിട്ട് ഫർളില്ല ഈ സൈസ് ആവത്തീറ എവിടെ പോയിട്ടാ നാളെ സ്വലാത്ത് പോയിട്ടാ വലിയ സ്വലാത്ത് എന്തൊരു വലിയ സ്വലാത്ത് ഇവിടെ നിന്റെ പള്ളിയിൽ സ്വലാത്ത് നടക്കുക നീ ഉണില്ലേ അത് ശരിയ സ്വലാത്താ നിന്റെ റായത്തെ പള്ളിയിൽ സ്വലാത്ത് നടക്കട് കുത്തിബത്ത് നടക്കട് മജ്ലിസുന്നൂർ നടക്കട് എല്ലാം നടക്കട് നീനുള്ളേ നീನು അവിടെ പോയിട്ട് എവിടെകളാ വലിയ സ്വലാത്ത് എന്തിനാ അവിടെ വലിയ സ്വലാത്ത് അവിടെ 5 മിനിറ്റ് സ്വലാത്ത് 1.5 ഗಂಟೆ ഭാഷണ ഊടെവാ നല്ല സ്വലാത്തും നല്ല ദിക്റും ചൊന്നിട്ട് ഇഖ്ലാസോട് കൂടെ ഉസ്താദ് ദ്വാരക്കുമ്പോ നീനില്ല നിന്റെ റായത്ത് സ്വലാത്ത് നിപ്പാട്ടിയ ആളാറ് വലിയൊരു മഹാനല്ലേ
എല്ലാ റായത്തങ്ങളെ വിളിച്ചിട്ട് ചൊന്തു നിങ്ങ സ്വലാത്തുകൾ ബണ്ടാറല്ലേ ഓക്കേ യാക്കേണ്ടാറ് കേട്ടാറാ ഇല്ല നോക്കുമ്പോ സലാത്ത് നടക്കുമ്പോ നീനില്ലേ ഇല്ല ഈ റായത്തെ സലാത്തുക്ക് നീനില്ല റായത്തെ ഹദ്ദാദുക്ക് നീനില്ല റായത്തെ ഫർള് നിസ്കരിക്കോ നീനില്ല റായത്തെ ജുമാ നിസ്കരിക്കോ നീനില്ല നിന്റെ റായത്തിൽ ജുമാ ഫർളായിട്ടിരിക്കുമ്പോൾ നീ വേറൊരു ജുമാത്ത് പോകുത്തീറാ നിന്റെ റായത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ നീ ഇവിടെ ഉള്ളേ നീനാ ജുമാ വിട്ടിട്ട് പോകുത്തീറാ നിന്റെ റായത്തിൽ നടക്കുന്ന സ്വലാത്തിൽ നീ ഒരിക്കലും കലാക്കൊകുത്തീറാ അത് വലിയ പവറുള്ള സ്വലാത്ത് വലിയ മുഹബത്തുള്ള സ്വലാത്ത് അതുകൊണ്ട് മുഅ്മിനുകളെ നിന്റെ ഉമ്മമാരെ ഞങ്ങൾ കുപ്പി കെട്ടിയത് കൊണ്ടോ ഊലു കെട്ടിയത് കൊണ്ടോ ഉറുക്ക് കെട്ടിയത് കൊണ്ടോ ഞങ്ങൾക്കൊന്നും ഖൈറില്ല പക്ഷേ ഉറുക്ക് കെട്ടെങ്കിലും കുപ്പി കെട്ടെങ്കിലും ഓതുവാട്ടെങ്കിലും ഞങ്ങളെ നീയത്ത് പോലെ ആയിട്ടിക്കിട് ഞങ്ങളെ മനസ്സ് റബ്ബ് നോക്കൂടാ ഞങ്ങളെ മനസ്സ് നല്ല ശുദ്ധിയായ മനസ്സ് പടച്ച റബ്ബുടെ പേടിക്കടെ മനസ്സ് അല്ലാ ചൊല്ലുമ്പോ അള്ളാനെ അറിഞ്ഞിട്ട് ചൊല്ലണോ അല്ലാ അല്ല 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 പത്തിറ് നോക്കി ചെല്ലോ ദിക്കറ് പണ്ടേ പത്തിറ് ഉറക്കെ കിറ്റിട്ട് വേഗം പോയിട്ടെങ്കിൽ റബ്ബേ അല്ല 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 എന്ത് അല്ല 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 അല്ലാന്ന് ചൊല്ലേ അല്ല അല്ലാ അലിഫ് ഇവിടെ അള്ളാഹിൽ ഒരു അലിഫുണ്ട് അവിടെ അള്ളാണ്ട് ചൊല്ലണു ഇത് അല്ല 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 എന്തിനല്ല അത് ദിക്റ അതുകൊണ്ടല്ലേ ഫഅലം ഇൽമു വേണോ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ അത് അറിഞ്ഞിട്ട് ചൊല്ലണോ പക്ഷെ അത് ചെല്ലല്ല